ഗൈസ്, നിങ്ങൾ അത്യാവശ്യം പാടുന്ന ആൾക്കാരാണ്, അതുപോലെ ഒരു പാർട്ടി ബോക്സ് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാർട്ടി ബോക്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ മാർക്കറ്റിൽ വില കുറഞ്ഞ പല ബ്രാൻഡുകൾ അവൈലബിൾ ആണെങ്കിലും ഞാൻ JBL തന്നെ ചൂസ് ചെയ്തതിന് ഒറ്റ കാരണമുള്ളൂ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. പുതിയ സ്പീക്കർ നമ്മൾ കടയിൽ പോയി ഫുൾ വോളിയത്തിൽ വെക്കുമ്പോൾ തന്നെ പതർന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും വേറെ ബ്രാൻഡുകളുടെ. പക്ഷേ JBLൻ്റെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് തന്നെ ചൂസ് ചെയ്തതിന് വേറെയും കുറച്ച് റീസൺസ് ഉണ്ട്. ഇത് JBLൻ്റെ 310 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിനകത്ത് നമുക്ക് ഒരേ സമയത്ത് 2 മൈക്ക് ഒരേ സമയത്ത് കണക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഗിത്താർ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള 2-3 മോഡൽസ് ഉണ്ട്, പക്ഷേ അതിനകത്ത് മൈക്ക് സെറ്റിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് മൈക്കിൽ എക്കോയും ബാസും ഒക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനുള്ള വോളിയം കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻസിൽ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പാടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 240 വാട്ട്സിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തന്നെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൻ്റെ കൂടെ മൈക്ക് വരുന്നില്ല ഇൻബിൽറ്റ് ആയിട്ട്. മൈക്ക് നമ്മൾ പുറമേ നിന്ന് മേടിക്കേണ്ട വരും, വേറൊരു മൈക്ക് മേടിക്കേണ്ട വരും. എന്തായാലും ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം, ഒരു മൈക്കൊക്കെ മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഒരു പെയ്ഡ് റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല, ഇത് എൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്.